ഹലോ. ഇവിടെ ഇപ്പം ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇങ്ങനെ ഈ ഇലകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ എല്ലായിടത്തും യെല്ലോയിഷ് കളറിലെയും ഗ്രേ അല്ല, എന്താ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലീവ്സൊക്കെ ആയിട്ട് മരങ്ങളെല്ലാം നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ തണുപ്പും തുടങ്ങിയിട്ടുണ്ട്, സാധാ പോലെയല്ല. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വലിയ ജാക്കറ്റൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. കാരണം നമുക്ക് വല്ല കോൾഡോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ കോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരെയും ബാധിക്കും, കുഞ്ഞിനെയും ഹസ്ബൻഡിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇനി ഇവിടുത്തെ ഓട്ടം സീസണിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം പതുക്കെ ഓരോ വ്ളോഗ്സായിട്ട് ഞാൻ ചെയ്യേണ്ടതായിരിക്കും. ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. അപ്പം ആൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ജോലിക്ക് പോകാൻ നേരത്താണെങ്കിലും നല്ല 10 മണി 11 മണിയുടെ വെട്ടമുണ്ട്. ഞാൻ രാവിലെയാണ് ജോലിക്ക് പോകണേ കേട്ടോ. ഒരു 4:45 5 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് ഞാൻ ജോലിക്ക് രാവിലെ പോവാറ്. അപ്പം ഒരു നോർമൽ ടെമ്പറേച്ചറാണ്, വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രാവിലെ നമ്മളൊരു 5 മണിക്ക് ജോലിക്ക് പോകാൻ നേരത്ത് കുറച്ച് നടന്നിട്ട് പോകണം. അപ്പോഴാണ് നല്ല തണുപ്പായിരിക്കും. ചിലപ്പോൾ ഇന്ന് രാവിലെ 0 ഡിഗ്രി ആയിരുന്നു, ഇന്നലെ 2 ഡിഗ്രി ആയിരുന്നു. അങ്ങനെ ക്ലൈമറ്റിൽ ചേഞ്ച് വരുന്നത് അത് നമുക്ക് നടക്കാൻ കുറച്ച് പാടാണ് രാവിലെ. പിന്നെന്താ, ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വെയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഈ വെയിൽ കാണുന്നുണ്ടെങ്കിലും വെറുതെയാണ്. കാറ്റ് വീശി കഴിയുമ്പോൾ അതെ സൺകിസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ. പക്ഷെ വെയിൽ ഉണ്ടെങ്കിലും തണുപ്പ് തന്നെയാണ്, അതാണ് പ്രത്യേകത. അപ്പം ഇങ്ങനെ ചെറിയ വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം ക്ലോത്ത്സൊക്കെ പുറത്തിടും. അങ്ങനെ ഈ ഒരു കുഞ്ഞു വെയിലാണ് ക്ലോത്ത്സൊക്കെ ഉണക്കി കിട്ടുക. അപ്പം നേരത്തെ നമുക്ക് ഈ ക്ലൈമറ്റ് വെയിലാണ് എന്ന് അറിയാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേഗം തന്നെ ക്ലോത്ത്സ് എല്ലാം കുറച്ച് കാര്യമായിട്ട് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വാഷ് ചെയ്ത് വെക്കും. എന്നിട്ട് വേഗം എല്ലാം കൊണ്ടുപോയി പുറത്തിട്ട് വിരിച്ചിട്ട് ഈ ഒരു കാറ്റിലും ഈ ഒരു സൺലൈറ്റിലും ഇട്ട് ഉണക്കി അങ്ങ് എടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 26-നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഇന്ത്യയും UK തമ്മിലുള്ള ടൈം 4.5 hours ആയിരുന്നു. 4.5 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഇത്ര നാൾ പോയിക്കൊണ്ടിരുന്നത്. ഈ 26-ന് അതായത് സൺഡേ മോർണിംഗിന് 1:59 കഴിഞ്ഞ് 2 മണി ആയില്ല, വീണ്ടും 1 മണി തന്നെയായി. അതായത് ഇവിടെ തണുപ്പ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണത്. അങ്ങനെ ആ മുന്നറിയിപ്പ് വന്നതോടുകൂടി തണുപ്പും നല്ല ശക്തമായിട്ടങ്ങ് തുടങ്ങി. ഇനിയിപ്പോൾ എപ്പോഴാണ് സ്നോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ അതിനൊക്കെ വെയിറ്റ് ചെയ്ത്, സ്നോയൊക്കെ വന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. എന്നാലും തണുപ്പാണ് മെയിൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ആൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു ഹായ് പറയൂ. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതാണ് എൻ്റെ തുന്തുരുമണി. ഒരു ഹായ് പറഞ്ഞേ. ഒരു മതി നമുക്ക്. എൻ്റെ തുന്തുരുമണി. അപ്പം മുട്ടത്തലയൊക്കെ അടിച്ച് നാട്ടിൽ ഞങ്ങളൊന്ന് പോയായിരുന്നു. അപ്പം മുട്ടത്തലയൊക്കെ അടിച്ച് വന്നേക്കണെയാണ്. അപ്പം ഇന്ന് തണുപ്പായതുകൊണ്ട് ദേ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണേണ്. ആശാൻ ചെറിയൊരു കോട്ടൊക്കെ ഇട്ടിരിക്കണേണ്. അങ്ങനെ പനിയുണ്ടോ? ചെറിയൊരു പനിയുടെ ചൂടുണ്ട് ആശാന് അല്ലേ. ഉറങ്ങാൻ പോവാണോ?
ഉറങ്ങാൻ പോവാണ് കേട്ടോ, ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം ബൈ ബൈ പറ, ബൈ പറഞ്ഞേ, ബൈ പറ, ബൈ. നാളെ കാണാന്ന് പറ, നാളെ കാണാം. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേക്ക്. ലവ് യു പറ.